കുങ്കുമവർണ്ണം ഇടകലർന്ന് പീതശോഭ, നിറങ്ങൾ വാരിത്തൂകിയ ഉദ്യാനം. സ്കൂൾ മുറ്റമാകെ പൂക്കളം തീർക്കപ്പെട്ടിരിക്കുകയാണ്. ചിങ്ങപ്പറവിക്ക് മുൻപേ ചെണ്ടുമല്ലി മുട്ടിട്ടു. ദിവസങ്ങൾ കൊണ്ട് പൂക്കൾ വലിപ്പപ്പെട്ടു. പ്രതീക്ഷിച്ചതിലും വലിപ്പമുള്ള പൂക്കളാണ് ചെടികളിൽ നിറഞ്ഞത്. അത്യുൽപാദനശേഷി പ്രകടമാക്കുന്ന വസന്തകാലം. ജൂൺ 24-നാണ് ചെടികൾ നട്ടത്. 4 രൂപ നിരക്കിൽ 250 തൈകൾ വെള്ളായണിയിൽ നിന്നും കൊണ്ടുവന്നു. ഇടയ്ക്കൊക്കെ നല്ല മഴ പെയ്ത ദിനങ്ങളായിരുന്നു എന്നതിനാൽ അധികം ജലസേചനം വേണ്ടി വന്നില്ല. മഴ മാറി നിന്ന വേളയിൽ തിരുതന്നയിൽ ചെടികൾ നനഞ്ഞു. കൃത്യമായ പരിപാലനം 50-ാം നാളിൽ ഫലം കണ്ടു. സ്കൂളിലെ സീഡ് ക്ലബ്, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളായിരുന്നു പരിപാലനത്തിൽ മുന്നിൽ. ഈ കൃഷി ഇറക്കുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ല വിത്തിനമാണ് നമ്മൾ നട്ടത്, അതുകൊണ്ട് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ പുഷ്പിച്ചപ്പോഴും അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകിയിട്ടുണ്ട്. ആദ്യ വിളവ് പത്തനംതിട്ടയിലെ ഒരു പൂക്കടയിലേക്കാണ് നൽകുന്നത്. കിലോയ്ക്ക് 110 രൂപ വില പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അടുത്ത വിളവെടുപ്പ് സെപ്റ്റംബർ 4-നാണ്. അത്തം പിറക്കുന്നതിന് തലേന്നാൾ. 2 തവണ ഇവിടെ സൂര്യകാന്തിയാണ് നോക്കിയത്. രണ്ടും വിജയകരമായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം വേറിട്ട് നമ്മളൊന്ന് ചെണ്ടുമല്ലി പരീക്ഷിക്കാമെന്ന രീതിയിലാണ് ഇത് നട്ടത്. ഓണത്തിനോടനുബന്ധിച്ച് ഒരു വിളവെടുപ്പൂടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഒരു വിളവെടുപ്പൂട് 3 പ്രാവശ്യമായിട്ടാണ് ഇത് വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം MR രമേശ് ഉദ്ഘാടനം ചെയ്തു. 15 കിലോ പൂക്കളാണ് കുട്ടികൾ കൂടി ചേർന്ന് ചെറുത്തെടുത്തത്. നല്ല രീതിയിൽ കുട്ടികളിലേക്ക് ഒരു പുതിയ ചിന്തകൾ ഉണർത്താൻ ഇത് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാനം ഒട്ടാകെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗൗരവത്തിലെടുത്ത് സർക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോയ വർഷം സൂര്യകാന്തി പാടമായി മാറിയ സ്കൂൾ മുറ്റത്താണ് ഇക്കുറി ചെണ്ടുമല്ലികൾ പൂവിട്ടത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. സിഖി അഭിലാൽ തത്സമയം ചേരുന്നു. അഭിലാൽ, നമസ്കാരം. നമുക്കൊക്കെ അറിയാം, പൂക്കൾ വാങ്ങാൻ ഓണക്കാലത്ത് പോകുമ്പോൾ അതിന്റെ വിലയും എത്ര ദൂരം പോയി വാങ്ങേണ്ടി വരും, തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരും, ഇതൊക്കെ നമുക്കറിയാം. ആ സന്ദർഭത്തിൽ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ അഭിലാൽ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്, ദീർഘവീക്ഷണം. ഗംഭീരമായി. അതിമനോഹരമായ കാഴ്ചയാണ് സ്കൂളിലെ ഉദ്യാനം പങ്കുവെക്കുന്നത്. ഏത് തരത്തിലാണോ ചിട്ടയോടുകൂടി വളർത്തിയെടുക്കുന്ന ഒരു നഴ്സറിയിൽ ചെടികൾ പൂവിട്ട് നിൽക്കുന്നത്, സമാനമായ കാഴ്ചയാണ് സ്കൂളിൻ്റെ മുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശാസ്ത്രീയമായ രീതി അവലംബിച്ചുള്ള കൃഷിയാണ്. ഹൈബ്രിഡ് തൈകളാണ് പാകിയത്. അങ്ങനെ ചുരുക്കത്തിൽ 50 ദിവസം പിന്നിട്ടപ്പോൾ വലിയൊരു പൂക്കാലം സ്കൂൾ പരിസരത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചില പൂക്കൾക്ക് 50 ഗ്രാമിനടുത്ത് വരെ തൂക്കമുണ്ട്. അത്രയ്ക്ക് വലിപ്പമുള്ള പൂക്കളാണ് ഈ ഹൈബ്രിഡ് ചെടിയിൽ നിന്നും ലഭ്യമായത്. ആദ്യത്തെ വിളവെടുപ്പിൽ ഏറെക്കുറെ 5 കിലോയോളം പൂക്കൾ ലഭിക്കുമെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ തൂക്കി നോക്കിയപ്പോൾ ഏറെക്കുറെ 15 കിലോയോളം പൂക്കൾ ലഭ്യമായിട്ടുണ്ട്. ഇനി അടുത്ത വിളവെടുപ്പ് എന്നുള്ളത് അടുത്ത മാസം 4-ാം തീയതിയാണ്. അതായത് അത്തത്തിന് തലേന്നാൾ സ്കൂളിന് ഈ പൂന്തോട്ടത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയ കുട്ടികൾക്കും അധ്യാപകർക്കും അവരുടെ വീട്ടിലെ പൂക്കളം തീർക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മുൻപ് ഈ സ്കൂളിലെ കൃഷി വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. മുൻപത് തീർച്ചയായും ഒരുപാട് സന്തോഷം. അങ്ങനെ കൃഷിയിലും പൂക്കൃഷിയിലും ഒക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു സംഘമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ഇതുപോലെ തന്നെ എല്ലാ സ്കൂളിലും ഉണ്ടായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ചു പോകുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.